എന്നാലും എന്റെ മോനെ എന്തൊരു കംബാക്ക് ആണല്ലേ. ഇതാണ് കംബാക്ക് എന്ന് പറയുന്നത്. 4 മാച്ച് കണ്ടിന്യൂസ് വിന്ന്. ആദ്യത്തെ മാച്ചൊക്കെ ഇങ്ങനെ തോറ്റ് ഏകദേശം ഒരു മഴ കാരണം ഒരു പോയിന്റ് ഒക്കെ കിട്ടി ഇങ്ങനെ സഹതപിച്ച് നിൽക്കുമ്പോഴാണ് അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 മാച്ച് ജയിച്ചുകൊണ്ട് കിടിലൻ കംബാക്ക് നടത്തിയിരിക്കുന്നത് നമ്മുടെ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇന്നലത്തെ മാച്ചിലും പൊളിയായിരുന്നു കേട്ടോ. അതായത് ആദ്യം ബോൾ ചെയ്ത് ഗംഭീരമായിട്ട് പിടിച്ചു 142 റൺ എന്നൊരു ചെറിയ ടോട്ടലിൽ DC ഒതുക്കി. അതിനുശേഷം ചേസിങ്ങിലാണെങ്കിൽ അങ്ങ് തന്നെ 14 ഓവർ, അതായത് 15 ഓവർ കംപ്ലീറ്റ് ചെയ്തില്ല, 14 ഓവർ കഴിയുമ്പോഴേക്കന്നെ കളി ജയിക്കുകയും ചെയ്തു. അതും 8 വിക്കറ്റിന്റെ ഗംഭീര വിജയം. ചെറിയ സ്കോറാണ്, ടോട്ടലാണ്, ഓക്കെ, എന്നാലും മേലേക്ക് കളിച്ച് ജയിപ്പിക്കാന്ന് വെച്ചാൽ അതൊന്നുമില്ല. അടിച്ച് കളി അങ്ങോട്ട് പെട്ടെന്ന് തീർത്ത്. പെട്ടെന്ന് ഇന്നലെ ഇടിമഴയൊക്കെ ആയിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് മഴയ്ക്ക് മുന്നേ തന്നെ കളി തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു ശരിക്കും. മഴക്ക് മുന്നേ വേഗം വിട്ടുപൊക്കം എന്നുള്ള രീതിയിൽ നമ്മളെ ഫിന്നലൻ, ശരിക്കും ഫിന്നലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫിന്നലൻ ഗോൺ ക്രേസി എന്ന് പറയാം. ആ ഒരു വേർഡാണ് എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ തോന്നുന്നത്. കാരണം 47 ബോളിൽ 100 റൺസ്, അതും ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ച് ആളുടെ കയ്യിൽ നിന്ന് തന്നെ. ലാസ്റ്റ് ഒരു 6 141 നിൽക്കുന്ന സമയത്ത് ആ ഒരു 6 അടിച്ചിട്ട് 10 6 ആട്ടോ ആളടിച്ചത്. 10 6ഉം 5 4ഉം. എന്താ അടിയല്ലേ, 200 മേലെ സ്ട്രൈക്ക് റേറ്റ്. അതും ഒരു ചേസിങ്ങിലാട്ടോ, ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ടല്ല, ചേസിങ് സമയത്ത് ആ ഒരു അടി എന്ന് പറയുന്നത് കിടിലനായിരുന്നു. കിടിലൻ നോക്ക് എന്ന് പറയാം. നമുക്ക് ചില മാച്ചസിൽ ഉണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ സഞ്ജു സാംസൺ കാർത്തിക് ശർമ്മ കളിച്ച സമയത്ത് CSKയുടെ ജയം ഉണ്ടായിരുന്നെങ്കിലും അതിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. സഞ്ജു സെഞ്ചുറി അടിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഇവൻ അപ്പുറത്ത് കാർത്തിക് ശർമ്മക്കും 50 അടിക്കാൻ പറ്റില്ല. രണ്ടുപേരും എവിടെ എത്താത്ത രീതിയിൽ പക്ഷെ കളി ജയിക്കുകയും ചെയ്തു. ആ ഒരു കളി ജയിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് KKRന്റെ ഫാൻസിന് നടന്ന കളി ജയിക്കുകയും ചെയ്തു. ഫിന്നലൻ ഡിസേർവ് ചെയ്തിട്ടുള്ള ഒരു 100 കിട്ടുകയും ചെയ്തു. ഒരേ സമയം പ്ലെയറും ടീമും ഹാപ്പി ആവുന്ന ഒരു മാച്ച് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ആ അവസാനത്തോട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്തത് 50 കഴിഞ്ഞതിന് ശേഷം ആൾ അടിച്ച അടിക്കൊന്നും കണക്കില്ല കേട്ടോ, സിക്സസ്. എന്റെ അമ്മോ, അതും എടുത്ത അലക്കായിരുന്നു കുൽദീപ് യാദവിനും വിപ്രാജ് നിഗത്തിനും രണ്ടുപേർക്കും നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നല്ലേ. അതും കാമറൂൺ ഗ്രീൻ ആണെങ്കിൽ 2 6 അടിച്ചുള്ളൂ. പക്ഷെ ആള് നല്ല കട്ട സപ്പോർട്ട്. അതായത് എങ്ങനെയാണോ ഒരു ആങ്കർ ഇന്നിങ്സ് കളിക്കേണ്ടത്, ഒരാൾ ഇപ്പുറത്ത് അടിച്ച് കളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നും, പിന്നെ ആ ഒരു 25 കോടി അങ്ങനെ എന്തോ ആയിരുന്നില്ലേ ഇപ്രാവശ്യത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായിരുന്നു. അപ്പം ആ കാമറൂൺ ഗ്രീൻ എന്തുകൊണ്ടാണ് വിലപിടിപ്പുള്ള താരം എന്നുള്ളത് ഇന്നലത്തെ മാച്ചിൽ കാണാനും പറ്റി. ആദ്യത്തെ കുറച്ച് മാച്ചിലൊന്നും ആ ഫോം ഉണ്ടായില്ലെങ്കിലും പിന്നീടുള്ള മാച്ചസിൽ ബൗളിംഗിൽ അറ്റ്ലീസ്റ്റ് ഒരു വിക്കറ്റ് എപ്പോഴും എടുക്കാറുണ്ട്. ബാറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റൺസ് അടിച്ചിട്ടും ആള്, അതായത് ആ ഒരു ടീമിന് വേണ്ടുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ള റൺസ് ഒക്കെ അടിച്ചുകൊണ്ടാണ് ഇപ്പൊ കളിക്കുന്നത്. ഇന്നലത്തെ മാച്ചിലും എൻഡ് വരെ നോട്ട് ഔട്ട് ആയിട്ട് നിന്നിട്ട് ആ ഒരു നെറ്റ് റൺ റേറ്റ് കൂട്ടാൻ ഗ്രീനും സഹായിച്ചു എന്ന് വേണം പറയാൻ. ഗംഭീര പ്ലേ. ശരിക്കും തന്നെ DC ബോളേഴ്സിൽ എടുത്തു നോക്കുന്ന സമയത്ത് എല്ലാവരും നന്നായിട്ട് തന്നെ അടി വാങ്ങിട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ കുൽദീപ് യാദവ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് തന്നെയാണ്. പക്ഷെ ഇമ്പാക്ട് ശരിക്കും കൊടുത്തത് KKRനാണെന്ന് വേണം പറയാൻ. 3 ഓവർ ചെയ്തപ്പോൾ തന്നെ 41 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിപ്രാജ് നിഗോ 2 ഓവറിൽ 34 റൺസ്. 2 ഓവറിൽ വെറും 7 റൺസ് കൊടുത്ത ഇംഗ്ലീനെ പിന്നെ എന്താ ബോൾ ചെയ്യിപ്പിക്കാന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം. അതുപോലെ തന്നെ നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബോളേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ബോൾ ചെയ്തത്. എന്നാലും ആൾക്ക് പിന്നെ ഒരു ഓവർ ബാക്കി ഉണ്ടായിരുന്നു. കുറച്ച് റൺസ് ഒക്കെ ഒന്ന് പോകുന്ന സമയത്തെ ബോളേഴ്സിനൊന്ന് ചേഞ്ച് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ അവിടെ അക്ഷർ പട്ടേൽ ആ ഒരു സ്പിന്നേഴ്സിനെ വെച്ച് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അക്ഷർ പട്ടേൽ എപ്പോഴും ബൗളിംഗിൽ ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാറുണ്ട്. ഇന്നലെ ആണെങ്കിലും ബൗളിംഗ് എക്കണോമി തന്നെയാണ് ആളെറിഞ്ഞത്. ബാക്കി എല്ലാവർക്കും അടി കൊള്ളുന്ന സമയത്തും അക്ഷർ പട്ടേൽ എപ്പോഴും എക്കണോമിയിൽ ബോൾ എറിയും ചെയ്യും, ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്യും. അത് ഇന്നലെയും എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ശരിക്ക് ഒരു വിക്കറ്റ് ബൗളിംഗിലൂടെ ഉണ്ടായിരുന്നല്ലോ. മറ്റേ വിക്കറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അൺലക്കി ആയിട്ടുള്ള ഔട്ടാണ് രഹാനെ ഔട്ടായത്. സ്റ്റാർക്കിന്റെ കയ്യിൽ തട്ടിയിട്ട് നേരെ പിന്നലൻ അടിച്ച അടിയിൽ സ്റ്റാർക്കിൽ ഏകദേശം പിന്നലിനാണ് വിക്കറ്റ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഈവൻ മുകേഷ് കുമാർ എന്നൊരു ബോളർ ഉണ്ടായിട്ടും കൂടി അവസാനത്തോട്ടാണ് ബോൾ എറിഞ്ഞത്, അതുവരെ ബോൾ എറിഞ്ഞില്ല. അപ്പോൾ ആ ഒരു എന്താണ് അവിടെ ആ ഒരു ചേഞ്ച് വരുത്തിയെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോ സ്പിന്നേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന പിച്ചാന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെ ചെയ്തെന്നറിയില്ല. കാരണം KKR അറിയാലോ, KKRൽ ഗംഭീരമായിട്ടുള്ള സ്പിന്നേഴ്സ് ആണുള്ളത്. അപ്പൊ അത് കണ്ടിട്ട് ഇനി അതുപോലെ ഒന്ന് കളിക്കാന്ന് വിചാരിച്ച് ചെയ്താണോന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ആ പ്ലാനുകളൊന്നും വർക്കായില്ല. ഏകദേശം അവസാനത്തോട്ടൊന്നും എത്തിയില്ല. അതിന് മുന്നേ എന്നെ കളി അങ്ങോട്ട് ജയിച്ച് KKR 2 പോയിന്റും കൊണ്ട് ഏകദേശം 7ാം സ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അതായത് 10ാം സ്ഥാനത്ത് തള്ളപ്പെട്ട KKR ഇപ്പൊ 7ാം സ്ഥാനത്തോട്ട് കുതിച്ചു കയറുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇതുപോലെ ജയിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ചിലപ്പം പ്ലേ ഓഫിൽ വരെ കാണാൻ സാധ്യതയുള്ള ഒരു ടീമാണ് KKR. ഇനി അങ്ങോട്ട് തോക്കാണ്ട് തന്നെ അങ്ങനെ പോകുമെന്ന് പറയാനും പറ്റില്ല. DC ബാറ്റ് ചെയ്ത സമയത്ത് കുഴപ്പമില്ലാത്തൊരു സ്റ്റാർട്ടിംഗ് ആണ് ആദ്യം കിട്ടിയത്. കാരണം 11 സംഘം അടിച്ച് തന്നെയാണ് കളിച്ചത്. 29 ബോളിൽ 50 റൺസാണ് എടുത്തത്. 5 4ഉം 3 6 അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ KL രാഹുലും മെല്ലെ, അതായത് ആ ഒരു KL രാഹുലിന്റെ സ്റ്റൈലിൽ തന്നെയാണ് തുടങ്ങിയത്. 14 ബോളിൽ 23 റൺസ്, 4 4 ഒക്കെ അടിച്ചിട്ട് നിൽക്കായിരുന്നു. ഒരു 5 ഓവറൊക്കെ ആകുമ്പോഴേക്കും 49 റൺസ് ആകുമ്പോഴേക്കും തന്നെ ഫസ്റ്റത്തെ വിക്കറ്റ് പോയി. ആ വിക്കറ്റ് പോയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് വിക്കറ്റുകൾ ചറവറ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആകെ ഇവിടെ 11 നിസംഗ് ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു 3 വിക്കറ്റ് ഒക്കെ പോയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് നിസംഗക്കും പറ്റിയില്ല. നിസംഗ് അങ്ങോട്ട് ഔട്ടായി 4ാമത്തെ വിക്കറ്റ് ആയിട്ട്. പിന്നീട് അവസാനം കുറച്ചു നേരം പിടിച്ചത് നമ്മൾ അശുതോഷ് ശർമ്മയായിരുന്നു. 28 ബോളിൽ 39 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 4ഉം 3 6 അടിച്ചിട്ട് ആള് മാത്രമാണ് കുറച്ചൊന്നും അടിച്ചത്. ആ ഒരു 39 റൺസ് ഉള്ളതുകൊണ്ടാണ് ഇന്നലെ 142 എന്ന് പറഞ്ഞൊരു ടോട്ടലെങ്കിലും എത്താൻ പറ്റിയത്. എല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു ദയനീയമായിട്ടുള്ള ഒരു മാച്ച് ആയതിനെ ശരിക്കും DC ആദ്യം ജയിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ്. KKR നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. രണ്ടുപേരുടെയും ഗ്രാഫ് നിറഞ്ഞ മേലോട്ടും താഴോട്ടും. ഇന്നലെ KKRന്റെ ബൗളേഴ്സ് എല്ലാവരും കിട്ടിലായിട്ട് ബോൾ ചെയ്തു. അതായത് ആർക്കും വിക്കറ്റ് കിട്ടാതില്ല. ഏകദേശം ഓൾമോസ്റ്റ് വരുൺ ചക്രവർത്തി ഒഴിച്ച്
എല്ലാ ബൗളേഴ്സിനും വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 6 ബൗളേഴ്സിനെ യൂസ് ചെയ്തപ്പോൾ അതിൽ 5 ബൗളേഴ്സിനും വിക്കറ്റ് കിട്ടി. ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ, നല്ല എക്കണോമി പിടിച്ചുകൊണ്ട് തന്നെയാണ് ബോൾ ചെയ്തത്. വരുൺ ചക്രവർത്തിക്ക് 4 ഓവറിൽ വെറും 28 റൺസേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാമറൂൺ ഗ്രീൻ 1 ഓവർ ചെയ്ത സമയത്ത് 12 റൺസ് കൊടുത്തെങ്കിലും അവർ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാർത്തിക് ത്യാഗി 4 ഓവറിൽ 25 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് എടുത്തപ്പോൾ അനുകുൽ റോയ് 4 ഓവറിൽ 21 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നത്തെയും പോലെ വൈഭവ് അറോറ 3 ഓവറിൽ 29 റൺസ് എടുത്ത് 1 വിക്കറ്റ് എടുത്തു. എപ്പോഴും മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ബൗളർ, അതായത് റൺസ് പിടിച്ച് എറിയുന്ന ഒരു ബൗളർ സുനിൽ നരൈൻ, മാസ്റ്റർ ബൗളർ എന്ന് വേണം പറയാം KKRന്റെ. ആൾ ഇന്നലെയും കിഡിലൻ ബൗളിംഗ് തന്നെയായിരുന്നു. 4 ഓവറിൽ വെറും 17 റൺ വിട്ടുകൊടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വിക്കറ്റ് എടുക്കുന്ന മാത്രമല്ല, ചില സമയത്ത് ബൗളിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് റണ്ണ് പിടിക്കുന്നതിലും കൂടിയാണ്. കാരണം അത് തന്നെയാണ് നമ്മുടെ DC-യുടെ കാര്യം പറയുമ്പോഴും എപ്പോഴും നമ്മൾ പറയാറുള്ളത്. കാരണം അക്ഷർ പട്ടേൽ അങ്ങനെയാണ്, ഇവൻ ഇന്ത്യൻ ടീമിൽ ബോൾ ചെയ്യുമ്പോഴും റൺസ് കുറച്ച് പിടിച്ചുകൊണ്ട് ചില സമയത്ത് വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ആള് ബോളിംഗിൽ പിടിക്കാറുണ്ട്. അത് തന്നെയാണ് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മളെ KKRലും കാണാൻ പറ്റിയത്. സുനിൽ നരൈൻ ഗംഭീരായിരുന്നു ആ ഒരു ബോളിംഗ്. ഇങ്ങനെ അത്രയും എക്കണോമിക്കലായിട്ട് എല്ലാവരും പിടിച്ചെറിഞ്ഞതുകൊണ്ട് തന്നെയാണ് 142 എന്ന് പറഞ്ഞൊരു സ്കോറിൽ DC-നെ തളച്ചിടാൻ പറ്റിയതും അതിനുശേഷം ഈസി ആയിട്ട്, അതായത് അധികം സമയമൊന്നും എടുക്കാതെ കൂളായിട്ട് KKRന് ആ ഒരു മാച്ച് ജയിക്കാൻ പറ്റിയതും. എന്തായാലും ഇന്നലത്തെ സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് പറയുന്നത് ശരിക്കും പിന്നലൻ തന്നെയാണ്. വേറെ ആരുടെ പേരും എടുത്തു പറയാൻ തോന്നുന്നില്ല. ആദ്യം ബൗളേഴ്സ് ആയിരുന്നു, പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ ഒരു ചേസിംഗിൽ അത്രയും കൂളായിട്ട് ജയിപ്പിച്ച പിന്നലൻ തന്നെയാണ് ഇന്നലത്തെ സ്റ്റാർ ഓഫ് ദ ഷോ. അത്രേ പറയാനുള്ളൂ. ഇന്നലത്തെ മാച്ച് മിസ്സായവരുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു മാച്ചാണ് കേട്ടോ നിങ്ങൾ മിസ് ചെയ്തെന്ന് പറയാനേ തോന്നുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.